വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നാം ഇന്നും സാഘോഷം കൊണ്ടാടുകയാണ്. വിശുദ്ധൻ്റെ സവിധത്തിൽ നമ്മുടെ യാചനകളെയും അർത്ഥനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചരിത്രരേഖകളിൽ വിശുദ്ധ ഔസേപ്പിതാവിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധിയുള്ള ഭർത്താവ്, യേശുവിൻ്റെ വളർത്തച്ഛൻ, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവൻ എന്നൊക്കെ ആണ് വിശേഷിപ്പിക്കുന്നത്. തൊഴിലിന് കിട്ടുന്ന കൂലി കൊണ്ട് സംതൃപ്തനായിരുന്നു വിശുദ്ധ ഔസേപ്പ്. അചഞ്ചലമായ പ്രത്യാശയാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവപിതാവിൻ്റെ പൈതൃക പരിലാളനയിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂയിഷ്ടവുമായ ജീവിതം നയിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പ്. മനുഷ്യൻ്റെ പരിത്രാണ പദ്ധതികൾ തൊഴിലിന് ശ്രദ്ധേയമായ സ്ഥാനം ഉണ്ട് എന്ന് വെളിപ്പെടുത്തി തന്ന ഒരു വിശുദ്ധൻ. ദൈവകുമാരനും അവിടുത്തെ വളർത്തച്ഛനുമായ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു തച്ചൻ്റെ ജോലി ചെയ്താണ് ജീവിതം പുലർത്തിയിരുന്നത്. യേശുവിൻ്റെ വളർത്തച്ഛനും ആഗോള സഭയുടെ മധ്യസ്ഥനുമായ തൊഴിലാളിയായ വിശുദ്ധ ഔസേപ്പിതാവിനെ ഇന്നേ ദിനം ആദരിക്കുന്നത് ഏറെ അനുഗ്രഹദായകമാണ്. കാലാകാലങ്ങളായി മെയ് ദിനം അധ്വാനിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കുമായി സമർപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ തിരുനാൾ തൊഴിലാളി മധ്യസ്ഥനായ തൊഴിലിൻ്റെ മാഹാത്മ്യം ഊട്ടിയുറപ്പിക്കുകയും തൊഴിലാളികൾക്ക് തങ്ങളുടെ തൊഴിലിനോട് ആത്മീയമായ ഒരു ഉണർവും ആത്മാർത്ഥമായി തങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ ചെയ്യുന്നതിനും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നീ തിരുനാളിന് പ്രസിദ്ധേന്തിയായിട്ടുള്ള കുടുംബത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ കർത്താവ് ഈശോയിലും പരിശുദ്ധ അമ്മയിലും സ്നേഹവാത്സല്യമുള്ള വികാരിച്ച സ്നേഹമുള്ള റൊസാരിയോ വെച്ച സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന വിശുദ്ധന്മാരെ, എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധമായ ആശംസകൾ നേരുകയാണ്.
വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളുകൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ആഘോഷിക്കാറുള്ളൂ. നമ്മളൊരു വർഷം ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആചരിച്ചുകൊണ്ടാണ്, ദൈവം മാതൃത്വ തിരുനാൾ ആചരിച്ചുകൊണ്ടാണ്. ഒപ്പം അവസാനിപ്പിക്കുന്നത് ഡിസംബർ 8-ാം തീയതി ഇമാഗുലേറ്റ് കൺസെപ്ഷൻ എന്നുള്ള ആ ഒരു നിത്യകന്യാത്വം എന്നുള്ള ആ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ ഒരു വർഷക്കാലം എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് 100-ൽ പരം തിരുനാളുകൾ, നമ്മുടെ അറിവിലെ 100-ൽ പരം തിരുനാളുകൾ നമ്മൾ ആചരിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വെറും 3 തിരുനാളുകളാണ് നാം ആചരിക്കുന്നത്. ഒന്നാമതായിട്ട് മാർച്ച് 19 മരണ തിരുനാൾ, രണ്ടാമതായിട്ട് മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്നുള്ള തിരുനാൾ, മൂന്നാമതായിട്ട് ഏതാണ്? ആർക്കെങ്കിലും അറിയാം മൂന്നാമത്തെ തിരുനാൾ ഏതാണെന്ന്? അറിയാവുന്നവർക്ക് നമ്മുടെ വികാരിയച്ഛൻ സമ്മാനം പിന്നീട് തരുന്നതായിരിക്കും. അറിയാവുന്നവരെന്ന് പറഞ്ഞേ. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ 3 തിരുനാളുകൾ നമ്മൾ ആചരിക്കുന്ന തിരുസഭയിൽ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പം 2 പറഞ്ഞ്. മൂന്നാമത്തെ ഏതാണ്? മരണത്തിരുനാൾ മാർച്ച് 19, പിന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ മെയ് 1-ാം തീയതി. അടുത്ത പെരുന്നാൾ ഏതാണ്? കേട്ടില്ല. വാർത്തപ്പാടെന്ന് പറയും. അതായത് എൻഗേജ്മെൻറ്റ്, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ എൻഗേജ്മെൻറ്റ് തിരുനാൾ എന്ന് പറഞ്ഞൊരു തിരുനാൾ നമ്മൾ ഫെബ്രുവരി 1st വീക്ക് ആഘോഷിക്കാറുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ 3 പള്ളികളിലാണ് അത് ആചരിക്കുന്നത്. അതായത് ആ ദേവാലയത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവ് അവിടുത്തെ പാതുകാവലാണ്. അങ്ങനെയുള്ള 3 പള്ളികൾ. ഒന്നാമതായിട്ടുള്ള പള്ളി എന്ന് പറയുക വിജയപുരം രൂപതയിലുള്ള സെൻറ്റ് ജോസഫ് ചർച്ച് പൂവം. രണ്ടാമതായിട്ട് കൊല്ലം രൂപതയിലുള്ള പെരുമൺമുണ്ടയ്ക്കൽ എന്നുള്ള ആ ദേവാലയം. മൂന്നാമതായിട്ട് എറണാകുളം അങ്കമാലി രൂപതയിലുള്ള കുത്തിയതോട് എന്നുള്ള പള്ളിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ എൻഗേജ്മെൻറ്റ്. അങ്ങനെ 3 പള്ളികളിൽ മാത്രമാണ് നമ്മൾ അവർ പാതുകാവലായിട്ട് ഉയർത്തിയെന്നുള്ള ആഘോഷിക്കുന്നത്. അങ്ങനെ 3 തിരുനാളുകളിൽ മാത്രം ഒതുങ്ങിയ ഒരു പാവപ്പെട്ട വിശുദ്ധനാണ്. ഈ വിശുദ്ധനെക്കുറിച്ച് നമ്മൾ വലുതായിട്ടൊന്നും സുവിശേഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത പ്രവൃത്തികളൊക്കെ വളരെ വലിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നിശബ്ദനായി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തിരുക്കുടുംബത്തെ പാലിക്കുവാനായിട്ട്, സംരക്ഷണം നൽകിക്കൊണ്ട് ജീവിക്കുവാനായിട്ട്, നല്ല ഒരു മാതൃക നൽകുവാനായിട്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിന് സാധിച്ചു. ഇന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് നാം വിശുദ്ധനെ വണങ്ങുമ്പോൾ നമ്മുടെ ഈ ഇടവകയിൽ തൊഴിലില്ലാതെ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധിയുടെയും കുടുംബത്തിൻ്റെയും എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ബലിയർപ്പിക്കുവാനായി നമ്മെ അയോഗ്യരാക്കുന്ന സർവ്വപാപങ്ങളും ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. മനസ്സിൽ നിറയും പാപങ്ങൾ
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ഇവരെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവായ ദൈവമേ, അധ്വാനത്തിന്റെ നിയമം അങ്ങ് മാനവരാശിക്ക് കൽപ്പിച്ചു നൽകിയല്ലോ.
വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മാതൃകയാലും മാധ്യസ്ഥത്താലും അങ്കൽപ്പിക്കുന്ന ജോലികൾ ഞങ്ങൾ പൂർത്തിയാക്കുവാനും വാഗ്ദാനം ചെയ്ത പ്രതിഫലം കൈവരിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 26-ഉം 2-ാം അധ്യായം 3-ഉം വാക്യങ്ങൾ. ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച് 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ്
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ കൃതജ്ഞത നിർഭരരായിരിക്കുവിൻ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിൻ്റെ കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും മനുഷ്യനെയല്ല, ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴട്ടെ. ദൈവമാണു നമ്മുടെ രക്ഷ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്നു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയാഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനാ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശെമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിനുമല്ലാതെ മറ്റെങ്ങും അപമതിക്കപ്പെടുന്നില്ല. അവിടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഏറ്റവും സ്നേഹമുള്ള മേരിയോണച്ച, ബിബിനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ കുർബാന പുസ്തകത്തിൽ മെയ് 1 കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് ഇപ്രകാരമാണ്: തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ്. വേദപുസ്തകത്തിൽ എങ്ങും കാണാത്ത ഒരു ടൈറ്റിലാണ് സഭ വിശുദ്ധ യൗസേപ്പിന് ഈ കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നീതിമാനായ യൗസേപ്പ് എന്നും
ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പ് എന്നും മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പ് എന്നും തച്ചൻ്റെ മകനായ യേശു, അങ്ങനെ തച്ചനായ യൗസേപ്പ് എന്നുമൊക്കെ സുവിശേഷം യൗസേപ്പിനെ സംബോധന ചെയ്യുന്നുണ്ട്. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനം. അന്നേ ദിനം സഭ വിശുദ്ധ യൗസേപ്പിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ആദരിക്കുകയാണ്. 1955 പിയൂസ് 12 മാർപ്പാപ്പയാണ് തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് സഭയിൽ വിളംബരം ചെയ്തത്. അന്ന് തുടങ്ങി ഇന്നോളം വിശ്വാസ സമൂഹം ഈ ദിനത്തിന് പ്രത്യേകമായിട്ട് യൗസേപ്പിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യൗസേപ്പിനെ പറ്റി ഇന്ന് ആമുഖത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ പാവപ്പെട്ട ഒരു വിശുദ്ധൻ, എന്നാൽ ഇത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജീവിതം മറ്റ് വ്യക്തികളിൽ നിന്നും വിഭിന്നമായിട്ട് ഈ മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാർത്ഥനയും ചൈതന്യവുമൊക്കെ അല്പം ഗഹനമായിട്ട് അറിയേണ്ടത് ഉചിതമാണെന്ന് തോന്നുന്നു. മനുഷ്യ അധ്വാനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന മനുഷ്യൻ്റെ ജീവിത ശൈലിയാണ് തൊഴിൽ എന്നത്. ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ സൃഷ്ടവസ്തുക്കളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യൻ തൻ്റെ പങ്ക് കൂടി ചേർത്ത് വയ്ക്കുന്നതാണ് മനുഷ്യൻ്റെ തൊഴിലിൻ്റെ മഹത്വം എന്നത്. അതിനാൽ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക: ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അപ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ തൊഴിലിൻ്റെ മഹത്വം എന്നത് കൃഷി ചെയ്യുക അല്ലെങ്കിൽ ജോലി ചെയ്യുക, ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ തൊഴിലിനോട് അനുബന്ധമായ മറ്റ് കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നീ 2 ദൗത്യങ്ങളാണ് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ ഈ തിരുനാൾ ദിനം നാം വിചിന്തനം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും പോകുന്നത്. വിശുദ്ധ യൗസേ പിതാവ് തച്ചനായിരുന്നു, യേശുവിൻ്റെ വളർത്തു പിതാവ് ആയിരുന്നു. അതിനാൽ തന്നെ കുലത്തൊഴിൽ എന്ന് പറയുന്ന ഈ തച്ചൻ്റെ പണി യേശുവും പിൽക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. അവനും ഒരു മരപ്പണിക്കാരൻ ആയിരുന്നു. അതിനാൽ തന്നെ സുവിശേഷത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇന്ന് വായിച്ച് കേട്ടിടത്തും ജനം യേശുവിനെ സംബോധന ചെയ്യുന്നത് ഇവൻ തച്ചൻ്റെ മകനല്ലേ. ഒരപ്പൻ്റെ തൊഴിലിനോടും അപ്പൻ്റെ ജീവിത ശൈലിയോടും ചേർത്ത് മക്കൾ അറിയപ്പെടുന്നത് ഒരു മകൻ്റെ ജീവിത വളർച്ചയിൽ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ലഭിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കുക സാധ്യമല്ല. അവൻ തച്ചൻ്റെ മകനല്ലേ. അപ്പോൾ പിതാവിൻ്റെ തൊഴിലിനോട് ചേർത്ത് മകനെയും ചേർത്ത് വായിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യത്തിലൂടെയാണ് ബൈബിൾ യേശുവിനെയും നോക്കിക്കാണുന്നത്. അത്രമാത്രം ആഴത്തിലുള്ള ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് വചനം യേശുവിനെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ തിരുനാളിനെ നാം നോക്കിക്കാണേണ്ടത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക ജീവിതകാലത്ത് ലെബോറും എക്സർച്ചിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ, അധ്വാനത്തിലൂടെ എന്നാണ് അതിന് അർത്ഥം, 1981 സെപ്റ്റംബർ മാസം 14-ാം തീയതി തൊഴിലിൻ്റെ മഹത്വത്തെപ്പറ്റി സഭയെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ജോലി ചെയ്യുന്നവരുടെ അന്തസ്സിലേക്കും അവകാശങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തുക എന്നത് സഭയുടെ കടമയാണ്. ഈ അന്തസ്സും അവകാശങ്ങളും ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അപലപിക്കേണ്ടതും സഭയുടെ കടമയാണ്. മനുഷ്യൻ്റെ ആധികാരികമായ പുരോഗതി ഉറപ്പാക്കുന്നതിന് സാമൂഹികമായ മാറ്റങ്ങൾക്ക് വഴികാട്ടേണ്ടതും സഭയുടെ കടമയാണ്. തൊഴിൽ എന്ന ദൈവിക പദ്ധതിക്ക്
സഭ കൊടുക്കുന്ന മാനദണ്ഡം എന്തെന്ന് വളരെ സ്പഷ്ടമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ്. ലോകത്തിൽ തൊഴിലിനെ എപ്രകാരം ആദരിക്കപ്പെടണമെന്നും തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ മാനസികമായ സംഘർഷങ്ങളിൽ സഭ എത്രമാത്രം പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി ഒന്നായിരിക്കണമെന്നും തൊഴിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ സഭ എത്രത്തോളം ശബ്ദമുയർത്തണമെന്നും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയെ പഠിപ്പിച്ചു. സുവിശേഷം നീതിമാൻ എന്ന് മുദ്ര ചാർത്തി കൊടുത്തവനാണ് യൗസേ പിതാവ്. ഒരു നീതിമാൻ എന്നതിന് നാം നിർവചിക്കുന്ന ഒരു നിർവചനം ഇപ്രകാരം ഏറ്റവും ആദരണീയമാണെന്ന് എനിക്ക് തോന്നുന്നു. നീതിമാൻ എന്നാൽ ദൈവഹിതത്തിൻ്റെ പ്രകടനമെന്ന നിലയിൽ നിയമത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ യൗസേ പിതാവിനോളം ഈ ഒരു നിർവചനം സുവിശേഷങ്ങളിൽ ചേർത്ത് വെച്ച് വായിക്കുവാൻ മറ്റൊരുവൻ ഇല്ല എന്ന് തന്നെ പറയാം. നിശബ്ദമായി ദൈവിക നിയമങ്ങൾക്ക് നിശബ്ദതയോടെ കീഴ്വഴങ്ങി നീതിമാൻ ഒത്ത ജീവിത ശൈലി ജീവിച്ച് തീർത്ത ഒരു മഹനീയമായ ഒരു ജീവിത മാതൃക. അതിനാൽ തന്നെ യൗസേ പിതാവിൽ വിളങ്ങി നിന്നിരുന്ന ചില കടമകളെ പറ്റി ചിന്തിക്കുന്നത് അഭികാമികമാണെന്ന് എനിക്ക് തോന്നുന്നു. മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പ് ഒരു ഭർത്താവിനൊത്ത കടമകളെല്ലാം ജീവിതത്തിൽ നിറവേറ്റി പൂർണ്ണത കൈവരിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമ. ഓർക്കുക, പേരെഴുതിക്കാനായി പോകുന്ന സാഹചര്യവും സത്രത്തിൽ സ്ഥലം ലഭിക്കാതിരുന്നപ്പോൾ ഒരു കാലിത്തൊഴുത്ത് അവളുടെ പ്രസവയോഗ്യമാക്കി തീർത്തതും തുടർന്ന് രായ്ക്ക് രാമായണം, അതായത് ബെത്ലഹേം വിട്ട് ഓടേണ്ടി വന്നതും ഈജിപ്തിലേക്കുള്ള പലായനവും തിരിച്ച് നസ്രത്തിൽ വന്ന് കുടിയേറി പാർക്കുന്നതും അവിടുന്ന് അങ്ങോട്ട് ശിശുവായ യേശുവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതും തുടങ്ങി ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു പിതാവ് അനുഭവിക്കുന്ന ക്ലേശങ്ങളുമെല്ലാം ഈ പിതാവ് എത്ര സുന്ദരമായിട്ടാണ് ക്ലേശങ്ങളിലും അടിപതറാതെ സ്വയം ഏറ്റെടുത്തത്. അതാണ് ഒരു പിതാവ് എന്ന നിലയിൽ പൂർണ്ണത കൈവരിച്ച ഒരു ജീവിതത്തെ മാതൃകയെന്ന് യൗസേപ്പിനെ നാം കാണുന്നത്. അതോടൊപ്പം മറിയത്തിൻ്റെ തികഞ്ഞ ഒരു ഭർത്താവ്, അവളെ സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്ത് തൊഴിലിനോട് ഏറ്റവും പൂർണ്ണത കൈവരിച്ച ഒരു ജീവിത മാതൃക. അവൻ ജീവിതത്തിൽ പരാതി പറയുന്നില്ല, അവൻ ഒരിക്കലും പരിഭവം പറയുന്നില്ല. കുടുംബത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു യൗസേപ്പിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നത്. നിരന്തരം ദൈവഹിതത്തിന് കാതോർത്ത ഒരു ജീവിതം. അതാണ് ഉറക്കത്തിൽ പോലും സ്വപ്നത്തിലൂടെ ദൈവിക പദ്ധതിക്ക് കാതോർത്ത ഒരു ജീവിതത്തിനുടമയാകുവാൻ വിശുദ്ധ യൗസേപ്പിനെ പ്രേരിപ്പിച്ച ഘടകവും. അവൻ്റെ വിശ്രമ അവസരം പോലും, അവൻ്റെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ പോലും ദൈവസ്വരത്തിന് കാതോർത്ത് ഉണർന്ന് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഈ ഒരു ജീവിതം നിമിത്തമായി എങ്കിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായി സഭ ഉയർത്തി കാണിക്കുന്ന വിശുദ്ധ യൗസേപ്പ് നമ്മൾക്ക് എത്രമാത്രം വലിയ മധ്യസ്ഥനായി നിലനിൽക്കുന്നു എന്നതിലാണ് ഈ തിരുനാൾ ദിനം നാം അഭിമാനിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി വിശുദ്ധ യൗസേപ്പിനെ പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷിക ദിനത്തിൽ വിശുദ്ധനെ പറ്റിയുള്ള സ്മരണാർത്ഥം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ ഒരു അപ്പസ്തോലികമായ എഴുത്തുണ്ട്. പാത്രിസ് കോർദെ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പിതാവിൻ്റെ ഹൃദയം എന്ന് അർത്ഥം. ഒരു പിതാവിൻ്റെ ഹൃദയം എപ്രകാരം ആയിരിക്കണമെന്ന് ഫ്രാൻസിസ് പിതാവ് ലോകത്തെ പഠിപ്പിച്ചത് യൗസേപ്പിൻ്റെ ഹൃദയ നൈർമല്യം ചൂണ്ടിക്കാണിച്ചാണ്. അവിടെ ഫ്രാൻസിസ് പിതാവ് ഇപ്രകാരം പറയും: ദൈവം നിരന്തരം പ്രവർത്തിക്കുന്നവനാണ്. അതുപോലെ യേശുവും തൻ്റെ ജീവിതകാലത്ത് നിരന്തരം ജോലി ചെയ്യുകയും പ്രവർത്തന നിരതനും ആയിരുന്നു. അതിനാലാണ് യേശു
കാണാതെ പോയി കണ്ടുകിട്ടുന്ന അവസരത്തിൽ മറിയത്തിനോടും യൗസേപ്പിനോടും ഇപ്രകാരം പറഞ്ഞത്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലയോ? പിതാവിൻ്റെ കാര്യത്തിൽ ചെറുപ്പം മുതൽ വ്യാപൃതനായിരിക്കുവാൻ വിശുദ്ധ യൗസേപ്പിനോടും മറിയത്തോടും ചേർന്ന് നിന്ന് ഒരു കുടുംബത്തിൻ്റെ വേദനകളും ഇല്ലായ്മകളും അറിഞ്ഞ് വളർന്നു വന്ന യേശു സ്വന്തം ജീവിതത്തിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം കാണിച്ചു തന്നവരാണ്. ആ തൊഴിലിൻ്റെ മാഹാത്മ്യം യേശുവിൽ അന്തർലീനമായി എങ്കിൽ അതിന് കാരണഭൂതനായത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തൊഴിലിനോടുള്ള മഹത്വമാണെന്ന് ഓർക്കുക. ജനം അവൻ്റെ പ്രവൃത്തിയിൽ ആകൃഷ്ടനായി ഇപ്രകാരം യേശുവിനെ പറ്റി പറഞ്ഞു: അവൻ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത യേശു, അവൻ നന്മ ചെയ്ത് ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. ഈ നന്മയും ഭംഗിയായി ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഘടകമെന്നത് വിശുദ്ധ ഔസേപ്പിൻ്റെ ഒരു പിതാവിൻ്റെ ജീവിത മാതൃക തന്നെയായിരുന്നിരിക്കാം. അതാണ് യേശുവിലും പകർന്നു കിട്ടിയ ഈ ജീവിത മൂല്യം എന്നത്. എന്താണ് ഒരു തൊഴിൽ എന്നത്? കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണല്ലോ നാമൊക്കെ അധ്വാനിക്കുന്നതും തൊഴിൽ അന്വേഷിച്ച് അലയുന്നതും. എന്താണ് ജീവിതത്തിൽ ലഭിക്കുന്ന സമ്പത്ത്? അത് അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ്. എന്താണ് നീ അധ്വാനിക്കുന്നത്? അതിനൊത്ത പ്രതിഫലമാണ് നിനക്ക് സമ്പത്തായിട്ട് ലഭിക്കുന്നത്. എന്താണ് നിന്റെ ആരോഗ്യവും സമ്പത്തും? നേടാവുന്നതിനും സ്വരുക്കൂട്ടാവുന്നതിനുമൊക്കെ മനുഷ്യായുസ്സിൽ ഒരു കാലഘട്ടമുണ്ട്. നമ്മൾക്ക് ആരോഗ്യമുള്ള ഒരു കാലഘട്ടം, സമ്പാദിക്കുവാനായി ദൈവം കനിഞ്ഞരുളിയ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അധ്വാനിക്കുക, നേടുക, അതാണ് ഒരു മനുഷ്യായുസ്സിൽ ദൈവം വെച്ച് നീട്ടിയ ആരോഗ്യവും സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം എന്നത്. അപ്പോൾ അലസത എന്നത് എന്താണ്? ദൈവികമായ ജ്ഞാനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കും: ദൈവ സൃഷ്ടിയുടെ പരിപാലനത്തിന് എതിരെ ഉള്ള അവഗണനയാണ് അലസത എന്നത്. സുവിശേഷങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ കർഷകരുടെ ഉപമയിൽ യേശു പറയുന്ന ഉപമയുടെ സാരാംശം ഇതുതന്നെയാണ്. വ്യത്യസ്തങ്ങളായ മണിക്കൂറുകളിൽ യജമാനൻ റോഡരികിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അലസരായി നിൽക്കുന്ന ഒത്തിരി പേരെ അവൻ കാണുന്നുണ്ട്. അവരെ എല്ലാം അവൻ വിളിക്കും: വരുവിൻ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വന്ന് ജോലി ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്: ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അപ്പോൾ യജമാനൻ പറയും: നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരിക, അവിടെ അധ്വാനിക്കുക. പകൽ അസ്തമിക്കാറാകുമ്പോൾ ഈ യജമാനൻ ഓരോരുത്തർക്കും അവരുടേതായ അധ്വാനത്തിൻ്റെ തോതനുസരിച്ച് പ്രതിഫലം നൽകുന്നുണ്ട്. ആ പ്രതിഫലത്തിൽ പരാതി പറയുന്നവരെയും നാം കണ്ടുമുട്ടാറുണ്ട്. പകലിൻ്റെ അധ്വാനവും ചൂടും പേറി ഞങ്ങൾ രാവിലെ തുടങ്ങി അധ്വാനിച്ചിട്ടും അവസാന മണിക്കൂറിൽ വന്നവരോട് ഞങ്ങളെയും തുലനം ചെയ്തല്ലോ എന്ന്. അവിടെ യജമാനൻ പറയുന്നൊരു വാക്ക് നമുക്ക് ഈ ദിനം ഓർമ്മിക്കപ്പെടേണ്ടതാണ്: ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അർഹമായത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. സ്നേഹമുള്ളവരെ, അധ്വാനത്തിൻ്റെ മഹത്വം ലോകസമക്ഷം പ്രകീർത്തിക്കുന്ന യേശുവിൻ്റെ മാതൃക അതാണ്. നിങ്ങൾ ചെയ്യുന്നതിന് ന്യായമായ കൂലി വാങ്ങുക. ഇന്ന് പലപ്പോഴും നാം കുറ്റപ്പെടുത്താറുണ്ട് പലരെയും. ജോലി കൂട്ടുന്ന തൊഴിലാളികളുടെ പ്രവണതകൾ, അലസതയോടുകൂടി തൊഴിലില്ലാതെ വീട്ടിൽ അലസതയോടെ ഇരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതങ്ങൾ, ഇവയൊക്കെ നമ്മളുടെ മുമ്പിൽ ഈ ദിനം ചോദ്യചിഹ്നമായിട്ട് വരണം. അർഹിക്കുന്ന വേതനം നൽകാതിരിക്കുന്ന പ്രവണത, ഇതൊക്കെ ഇന്ന് ചിന്തയ്ക്കായിട്ട് വയ്ക്കുമ്പോൾ യൗസേപ്പിൻ്റെ പണിശാലയും ജീവിതവുമൊക്കെ സഭ ഇന്ന് നമുക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ്. ദൈവിക അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് യൗസേപ്പിൻ്റെ പണിശാല എന്നത്. അവിടെ നീതിപൂർവം അവൻ അധ്വാനിച്ചിരുന്നു. അവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് ഒരു നേരത്തെ കുടുംബത്തിൻ്റെ വിശപ്പകറ്റുവാൻ അവൻ തൻ്റെ വിയർപ്പ് ചിന്തി അവൻ തിരുക്കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു.
കുടുംബത്തെ സ്നേഹിക്കുന്നവൻ തൊഴിലിനെയും സ്നേഹിക്കും. അവൻ ജീവിതത്തിൽ ഒരിക്കലും അലസനായി ഇരിക്കുകയില്ല. കാരണം കുടുംബത്തിൻ്റെ വിശപ്പിൻ്റെ നിലവിളി ഒരു പിതാവിൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകും. കുടുംബത്തിൻ്റെ വിശപ്പകറ്റുവാൻ അവൻ ഏത് സഹനങ്ങളിലൂടെയും കടന്നുപോയി ഒരു നേരത്തെ അധ്വാനത്തിൻ്റെ പ്രതിഫലനമായ സമ്പത്ത് കുടുംബത്തിന് വേണ്ടി അവൻ വിനിയോഗിക്കും. അപ്പോൾ അധ്വാനത്തിൻ്റെ സമ്പത്ത് എപ്രകാരമാണ് നാം വിനിയോഗിക്കേണ്ടത്? ധൂർത്ത് ഒരിക്കലും ഒരു ഭവനത്തിൽ കടന്നു വന്നുകൂടാ. കാരണം ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് അവന് ലഭിക്കുന്ന സമ്പത്ത് എന്നത്. അത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കുകയും കുടുംബത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭാര്യയുടെ സുസ്ഥിതിക്കും സന്തോഷത്തിനും വേണ്ടി ഒരു പിതാവ് വിനിയോഗിക്കുമ്പോഴാണ് അവൻ്റെ സമ്പത്ത് അതിൻ്റെ പൂർണ്ണതയിൽ ദൈവഹിതമനുസരിച്ച് അവൻ വിനിയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും സമ്പത്ത് ധൂർത്തായി തീർക്കരുത്. ദൈവം അഭിലഷിക്കുന്ന ഈ തിരുനാള് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം വീണ്ടും നമ്മെ പഠിപ്പിക്കും: ഞാൻ യൗസേപ്പിനെ സ്നേഹിക്കുന്നു. മാർപ്പാപ്പ 2018 പറഞ്ഞതാണ്, ഞാൻ യൗസേപ്പിനെ സ്നേഹിക്കുന്നു. കാരണം അദ്ദേഹം ശക്തനും ജീവിതത്തിൽ നിശബ്ദനുമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ശക്തി ദൈവം നമുക്ക് അധ്വാനിക്കുവാനായി തന്നതാണ്. ജീവിതത്തിൽ നിശബ്ദത എന്ന പുണ്യം നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അത് ദൈവികമായ പദ്ധതികൾ ശ്രവിക്കുവാനായി നിശബ്ദതയിൽ നാം ദൈവസ്വരത്തിന് കാതോർക്കണം. അപ്പോഴാണ് യൗസേപ്പിനെ പോലെ നിദ്ര വിട്ടുണർന്ന് കുടുംബത്തെ സുരക്ഷിതത്വമായി നയിക്കുവാനും കുടുംബത്തിൻ്റെ സ്വപ്നവും യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ അവൻ്റെ ജീവിതം ഹോമിക്കുവാൻ അവന് നിമിത്തമായതും. ദൈവസ്വരത്തിന് വേണ്ടി കാതോർക്കുക. എപ്രകാരമാണ് ദൈവസ്വരത്തിന് കാതോർക്കുന്നത്? പ്രാർത്ഥനയുടെ മനുഷ്യരാകണം. ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. യൗസേപ്പിനെ പോലെ ദൈവഹിതത്തിന് കാതോർക്കുകയെന്നാൽ പ്രാർത്ഥനയുടെ വക്താക്കളാവുക എന്നാണ് അതിനർത്ഥം. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കും: പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രാർത്ഥിക്കുന്ന അനേകം വ്യക്തികൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടൊപ്പം ചേർക്കേണ്ടതാണ് ജീവിതത്തിൻ്റെ പ്രവർത്തനവും. അധ്വാനിക്കാതെ നിരന്തരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. നിന്റെ പ്രാർത്ഥന ദൈവസമക്ഷം സ്വീകാര്യമാകണമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കൊത്ത ജീവിത ശൈലിയോടൊപ്പം നീ അധ്വാനിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യാക്കോബിൻ്റെ ലേഖനം ഈ 2-ാം അധ്യായം 17-ാം വാക്യം നമ്മിൽ പൂർണ്ണമാകുന്നത്. പ്രാർത്ഥനയ്ക്കൊത്ത പ്രവൃത്തി. നിന്റെ അധ്വാന ഫലങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നീ ദൈവസമക്ഷം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ തൊഴിലാളി ദിനത്തിൽ യൗസേപ്പ് പിതാവിനെ നാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ഉത്കണ്ഠയും ക്ലേശങ്ങളും കണ്ണീരുമൊക്കെ മക്കളെ ഒരു നല്ല നിലയിലായി കാണുക എന്നതാണ്. ഇന്ന് വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ദാമ്പത്യത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നീ നൽകിയ സമ്മാനങ്ങളാണ് ഞങ്ങളുടെ മക്കൾ. അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളുടെ ഈ കണ്ണീരിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി യൗസേപ്പിൻ്റെ പാദസമക്ഷം സമർപ്പിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ കരുണയുടെ മാധ്യസ്ഥ സ്രോതസ്സിൽ നിന്ന് നിങ്ങളുടെ കണ്ണീരിന് ഒത്ത പ്രതിഫലം നിങ്ങൾക്ക് നൽകും. കാരണം ഒരു പിതാവിനൊത്ത പൂർണ്ണതയിൽ തനിക്ക് പരമേൽപ്പിച്ച ദൈവത്തിൻ്റെ മകനെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൻ്റെ നിറവിൽ സംരക്ഷിച്ച് വളർത്തി ദൈവത്തിന് നൽകിയവനാണ് ഈ പിതാവ്. അതാണ് പഴയ നിയമത്തിൽ ഒരു യൗസേപ്പിനെ നാം കാണുന്നുണ്ടല്ലോ. സ്വപ്നാടകനായ യൗസേപ്പ് ക്ഷാമത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന് അപ്പമായി തീരുവാൻ ഫറവോയുടെ ധാന്യപുരയുടെ സംരക്ഷകനാകുവാൻ നിയോഗിക്കപ്പെട്ട പഴയ നിയമത്തിലെ യൗസേപ്പ്
പുതിയ നിയമത്തിൽ മറ്റൊരു യൗസേപ്പിനെ ദൈവം ലോകത്തിന് നൽകുകയാണ്. ലോകത്തിൻ്റെ വിശപ്പകറ്റുവാൻ ദൈവത്തിൻ്റെ അപ്പമായ യേശുവിനെ ലോകസമക്ഷം വളർത്തി പരിപാലിച്ച് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തിൻ്റെ അപ്പമായി ലോകത്തിന് നൽകുവാൻ വലിയ ദൗത്യം പേറി ദൈവം അയച്ച വളർത്തു പിതാവിനൊത്ത ദൗത്യം പേറുന്ന യൗസേ പിതാവ്, അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമായിരുന്നു ഇന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും തൻ്റെ പിതാവിൻ്റെ ഒത്ത വഹനീയതയിൽ ദൈവത്തിൻ്റെ പുത്രനെ വളർത്തി സംരക്ഷിച്ച് ലോകത്തിന് അന്നോളം ഇന്നോളം ജീവൻ്റെ അപ്പമായി ലോകത്തിൻ്റെ വിശപ്പകറ്റുവാൻ ഒരു പിതാവ് തൻ്റെ പുത്രനെ, ദൈവത്തിൻ്റെ പുത്രനെ വളർത്തി വലിയവനാക്കി. അതാണ് യൗസേ പിതാവിൻ്റെ ജീവിത മാതൃക എന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തെ എത്ര കരുതലോടുകൂടി ഈ പിതാവ് വളർത്തിയോ അത്രത്തോളം കരുതലോടുകൂടി മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിലനിർത്തുവാൻ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ അലസത ഒരിക്കലും കടന്നു വരരുത്. ജീവിതത്തിൽ അധ്വാനിക്കാവുന്ന കാലത്തോളം അധ്വാനിക്കുക. പിന്നീട് വാർദ്ധക്യത്തിൻ്റെതായ നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ ചൈതന്യത്തോടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ അനുഗ്രഹമായി തീരുന്ന ഒരു വാർദ്ധക്യം, അതല്ലേ എത്ര സുന്ദരമായ വിശ്വാസത്തിൻ്റെ ഊട്ടി ഉറപ്പിക്കൽ എന്നത്. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. യൗസേ പിതാവിനോട് നിരന്തരമായി മാധ്യസ്ഥം യാചിക്കുക. യൗസേ പിതാവേ, ഞങ്ങളുടെ തൊഴിൽ ചെയ്യുവാനുള്ള ആഭിമുഖ്യം, ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ഞങ്ങൾ തൊഴിലിനൊത്ത സാഹചര്യത്തിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി ഞങ്ങളായിരിക്കുന്ന തൊഴിൽ സ്ഥലങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നതിനൊത്ത, അവരുടെ വിദ്യാഭ്യാസത്തിനൊത്ത തൊഴിൽ നൽകി അവരുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ അല്ലലില്ലാതെ, വിശപ്പില്ലാതെ, അധികം ദൂർത്തല്ലാതെ ഒരു കുടുംബത്തിനൊത്ത ആധ്യാത്മികതയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രാർത്ഥനയായിരിക്കട്ടെ ഈ ദിനത്തിൻ്റെ വിശുദ്ധിയായിട്ട് നാം ഹൃദയത്തിൽ കോറിയിടേണ്ടത്. യൗസേപ്പിൻ്റെ മാധ്യസ്ഥം ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ചെല്ലുക്കാം. പ്രിയ സഹോദരരെ, പെസഹ സന്തോഷത്തിൽ കൊടുത്തീഷ്ണതയോടുകൂടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. തിരുക്കുടുംബത്തിന്റെ എത്രയും വിവേകമുള്ള സംരക്ഷകനായ വിശുദ്ധ യൗസേ പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് തിരുസഭയെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും ഇടവക വികാരി മേരി ജോൺ അച്ഛനെയും തിരുനാൾ സമൂഹ ബലിക്ക് നേതൃത്വം നൽകുന്ന ബിബിൻ അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ റസോരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അജഗണത്തിന്മേൽ നീതിയും കരുണയും പ്രദർശിപ്പിച്ച് നല്ലിടയരായി വർത്തിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന മോളി ജോണിനെയും കുടുംബത്തെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെതായ എല്ലാ നന്മകളും ഇവരുടെ ജീവിതത്തിൽ എന്നും ലഭിക്കുമാറാകട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ മാധ്യസ്ഥം
പരിശുദ്ധ അമ്മയും വിശുദ്ധ ഐസേപിതാവിനെയും പോലെ ദൈവ ഇഷ്ടം അനുസരിച്ച് മക്കളെ വളർത്തുവാൻ മാതാപിതാക്കളെയും ഈശോയെ പോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലിൻ്റെ മഹാത്മാവും സുജീവിതത്തിൽ അചഞ്ചലമാക്കിയ വിശുദ്ധ ഔസേപിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് മെയ് ദിനത്തിൽ തൊഴിലാളികളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുവാനുള്ള മനസ്സ് നൽകി എല്ലാവരെയും സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ആയിരിക്കുവാനും നിത്യതയിൽ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
തീർക്കുന്ന ഈ യാഗവേദിയിൽ നിൽക്കുവാൻ നൽവരം നൽകിടണമേ. നിത്യത തീർക്കുന്ന ഈ യാഗവേദിയിൽ നിൽക്കുവാൻ നൽവരം നൽകിടണമേ. എന്നുമെന്നർപ്പണം യോഗ്യമായി തീരുവാൻ എൻ മാനസം നിൻ ഗേഹമാക്കണേ. കാഴ്ചകളേകിടാം യേശുവേ നിൻ മുൻപിൽ പാവനമാം ബലിവേദിയിൽ. സ്വീകരിച്ചിടണേ, അനുഗ്രഹിച്ചിടണേ സ്നേഹപിതാവേ യേശുനാഥാ. കാഴ്ചകളേകിടാം യേശുവേ നിൻ മുൻപിൽ പാവനമാം ബലിവേദി. ബലിവേദിയിൽ തിരുയാഗമായി മാറ്റുമോ എന്നെ. തെളിവേകുമൻ നിറദീപമേ ജ്വാലയായി പടരൂ. പകരുമോ അലിവേഴും വചന സ്നേഹധാര. ബലിവേദിയിൽ തിരുയാഗമായി മാറ്റുമോ എന്നെ. തെളിവേകുമൻ നിറദീപമേ ജ്വാലയായി പടരൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ കരുണയുടെയും ഉറവിടമായ ദൈവമേ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. ഈ ബലിയർപ്പണം ഞങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സംരക്ഷണമായി തീരുവാനുള്ള അനുഗ്രഹവും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അനുചിതവും ന്യായവുമത്രേ. സർവേശ്വര നിത്യനായുള്ള ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി
എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽപിതാവേ. അങ്ങേകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകിയ യൗസേപ്പ് പിതാവ് വിശ്വസ്തനും വിവേകിയുമായ ദാസനാ അങ്ങേ കുടുംബത്തിന്മേൽ അവരോധിച്ചുവല്ലോ. അവിടുന്നു വഴി മാലാഖമാ അങ്ങയെ വാഴ്ത്തുന്നു. അതീശന്മാർ ആരാധിക്കുന്നു. ആകയാൽ ആമോദ വായ്പോടെ നിത്യവും ദൂതന്മാരാ ഗായകന്മാർ ദിവ്യപ്രതാപവാ അങ്ങയെ വാഴ്ത്തുന്നു. മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. ും
ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് നന്ദി പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും
വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ഞങ്ങളുടെ സഭാസ്ഥാപകയായ ആവിലായിലെ അമ്മ ത്രേസ്യ വിശുദ്ധ ഔസേപ്പിതാവിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുക. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തിരുസഭയിൽ ഓരോരോ വിശുദ്ധരുണ്ട്. ഗായകരുടെ മധ്യസ്ഥരായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചു നൽകുവാനായിട്ട് അന്തോനീസും യുദാ തദീബോസുമുണ്ട്. അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് നമുക്ക് തിരുസഭയിൽ ഓരോരോ വിശുദ്ധരുണ്ട്. എന്നാൽ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് സമീപിക്കാൻ പറ്റിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവെന്നാണ്. ആവിലായിലെ അമ്മ ത്രേസ്യ തൻ്റെ ജീവിതം വഴിയായിട്ട് മറ്റൊരു സന്യാസ സഭയിൽ താനായിരുന്ന സഭയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പുതിയ ഒരു സഭ സ്ഥാപിക്കുവാനായിട്ട് ഒന്നുമില്ലായിരുന്ന അവസരങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ ആശ്രയിക്കുകയും ഏകദേശം 12 മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ മഠങ്ങൾക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പേര് നൽകിക്കൊണ്ട് ഔസേപ്പിതാവിലുള്ള ആഴത്തിലുള്ള ഭക്തിയിൽ ജീവിച്ച ഒരു വിശുദ്ധയാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ. ആ അമ്മയുടെ വാക്കുകൾ നമുക്കും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ നമുക്കും സമീപിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടവകയിൽ തൊഴിലില്ലാതെ വേദന അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരരെയും സമർപ്പിച്ചുകൊണ്ടും ഒപ്പം ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പരിസ്ഥിതിയുടെയും കുടുംബത്തിൻ്റെയും എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശപൂർവ്വം ആലപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിൽ
കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ നമ്മൾ ഭാഗ്യവാന്മാർ. ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല,
പ്രിയമുള്ളവരെ, വളരെ ആത്മീയ നിറവിലുള്ള വളരെ മനോഹരമായ തിരുനാൾ. ആമുഖത്തിൽ ബിബിനച്ചൻ പറഞ്ഞതുപോലെ 3 തിരുനാളുകളാണ് ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ആഘോഷിക്കപ്പെടുക. ഈ തിരുനാളിന് പങ്കെടുത്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. ഒരുപാട് വിശേഷണങ്ങളുള്ള വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് എല്ലാവർക്കും വേണ്ടി മാധ്യസം വഹിക്കുന്ന വ്യക്തിയാണ്. വളരെയധികം ആത്മീയ നിറവോടുകൂടിയുള്ള ഒരു തിരുനാൾ. ഇന്നലെ വളരെ നല്ലൊരു മഴ പെയ്തത് കൊണ്ട് ചൂടുണ്ടെങ്കിലും വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. വളരെ കുറച്ച് ദേവാലയങ്ങളിലും മാത്രമാണ് ഈ തുടക്കം പ്രദക്ഷിണവും അതിനുശേഷമുള്ള സായാഹ്ന പ്രാർത്ഥനയും. വളരെ വ്യത്യസ്തമായി മഴ പെയ്തത് കൊണ്ട് നമ്മുടെ പ്രദക്ഷിണവും വളരെ മനോഹരമായിരുന്നു. മഴയൊക്കെ തോന്നുന്നു, അന്തരീക്ഷം തണുത്ത് വളരെ ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമായിരുന്നു. എല്ലാം കൊണ്ടും ഈ തിരുനാൾ വളരെ അർത്ഥവത്തായിരുന്നു. ഏറെ പ്രത്യേകിച്ച് നമുക്കേറെ പരിചയമുള്ള ബിബിനച്ചനാണ് ഇന്ന് മുഖ്യ കാർമ്മികനായി വന്നത്. അച്ഛൻ ഒരു കണക്കിന് കണ്ണനല്ലൂർ ഇടവകക്കാരനാണെന്ന് തോന്നും. എപ്പോഴും നമ്മുടെ പള്ളിയിലുണ്ട്. പള്ളിയുടെ ഭാഗമായ ഈ കിഴവൂർ കുരിശടിയിൽ അച്ഛൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഇവിടുത്തെ യുവജനങ്ങളുമായിട്ട് അച്ഛൻ എപ്പോഴും ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കുന്നത് കാണാം. അപ്പോൾ തിരുനാളിന് അച്ഛനെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. നമ്മുടെ ഇടവകയിലെ ചെറിയ പാട്ടും ഡാൻസും ഒക്കെ വരുമ്പോൾ യുവജനങ്ങളോടൊപ്പം നിക്കറ് ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ അവരോട് ഡാൻസ് കളിച്ച് ഉല്ലസിച്ച് നടക്കുന്ന അച്ഛൻ നമ്മുടെ ഒരു ഇടവക അംഗം പോലെയാണ്. വളരെ നല്ല പാട്ടുകാരൻ, വളരെ ഗാനാത്മകമായി പാട്ടൊക്കെ പാടി നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് കർമ്മലീത്ത സഭയ്ക്ക് അച്ഛൻ ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. പ്രായമായ അമ്മച്ചിമാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി പാട്ട് പഠിപ്പിക്കുക, തമാശകൾ പറയുക, പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക, ഇടയ്ക്കൊരു പാട്ട്, തീർത്ഥാടനത്തിന് പോവുക, അങ്ങനെ വളരെ നല്ല കാര്യങ്ങളൊക്കെ കർമ്മലീത്ത സഭയുടെ പേരിൽ നാമത്തിൽ അച്ഛൻ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. ഈ തിരുനാളിന് വന്ന് പ്രാർത്ഥിച്ചതിനും ബലിയർപ്പിച്ചതിനും പ്രസിദ്ധേന്ത്യയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും അജപാല സമിതിയുടെ പേരിലൊക്കെ അച്ഛന് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. ഇന്ന് വചനപ്രഘോഷണം നടത്തിയത് ബഹുമാനപ്പെട്ട റൊസാരിയോ അച്ഛനാണ്. റൊസാരിയോ അച്ഛന് ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പരിചയം കാണിക്കുക, ചിലർക്ക് പരിചയം കാണും. മയ്യനാട് ഇടവകയിലാണ് അച്ഛൻ സേവനം ചെയ്തത്. പിന്നീട് അച്ഛൻ സ്പെയിനിൽ പോയി പഠിച്ച് ഒരുപാട് ഡോക്ടറേറ്റൊക്കെ നേടി. അച്ഛൻ വളരെ ചെറുപ്പമാണ്. ഞാനും അച്ഛനും വളരെ അടുത്ത കൂട്ടുകാരാണ്. അപ്പോൾ കാഞ്ഞിരോട് പള്ളിയിലെ വികാരിയായി അച്ഛൻ സേവനം ചെയ്യുന്നു. പ്രകൃതി സുന്ദരമായ പരുമല നാട്ടിൽ നിന്നാണ് അച്ഛൻ വരിക. പരുമല നാട് ശ്രദ്ധേയമാണ്. പരുമല തീർത്ഥാടനം, പരുമലപ്പള്ളി, പരുമല തിരുമേനി എന്ന് കേട്ട് കാണും. പരുമല ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് അച്ഛൻ്റെ വീട്. എൻ്റെ അതിനോട് ചേർന്നൊരു ലത്തീൻ പള്ളിയുണ്ട്, ഫ്രാൻസിസ് സേവിയറിൻ്റെ പള്ളി. ഫ്രാൻസിസ് സേവിയറിൻ്റെ വളരെ മനോഹരമായ ഒരു ദേവാലയമുണ്ട്. അപ്പോൾ തീർത്ഥാടനത്തൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ ഇടവക ദേവാലയത്തിലൊക്കെ പോകുന്നത് നല്ലതാണ്. പ്രകൃതി സുന്ദരമായ വളരെ നല്ല നാടാണ്. അപ്പം വളരെ മനോഹരമായ ഒരു ദൈവശാസ്ത്ര പഠനം പോലെയാണ് അച്ഛൻ്റെ പ്രസംഗം. ഔസേപ്പിതാവിനെക്കുറിച്ച് അപഗാഠമായി ബൈബിളിൻ്റെ താളുകളിൽ നിന്ന് മറിച്ച് സഭാപഠനങ്ങളൊക്കെ നിരത്തിവെച്ച് വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ വളരെ ലളിതമായി ഈ അച്ഛൻ്റെ സന്ദേശത്തിന് റൊസാരിയോ അച്ഛന് ഞങ്ങളുടെ പേരുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. തിരുനാൾ നേർച്ചയായി നടത്തിയത് മോളി ജോൺ ചരുവിള വീടാണ്. വളരെ ഭംഗിയുള്ള തിരുനാൾ. ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തിരുനാൾ നടത്തുവാനായിട്ട് ഭാഗ്യം ലഭിക്കുക. വെറുതെ സാമ്പത്തികമായ ഒരു ആഡംബരം മാത്രമല്ല തിരുനാളെന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രാർത്ഥനയും ത്യാഗവും കഷ്ടപ്പാടും. തിരുനാൾ മോശമായാൽ നാട്ടുകാർ കുറ്റം പറയുമോ, നാട്ടുകാരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും 1000 കണ്ണുമായിട്ട് എവിടെയാണൊരു പാകപ്പിഴ സംഭവിക്കുക എന്നുള്ളത്.
പക്ഷെ ഒന്നും സംഭവിക്കാതെ ഇന്നലെ ജാമോൻ ഒരുപാട് ടെൻഷനായിരുന്നു. മഴ പെയ്തപ്പോൾ സായന പ്രാർത്ഥന മുടങ്ങുമോ, പ്രദക്ഷിണം മുടങ്ങുമോ എന്നുള്ളൊരു ആകുലതയുണ്ടായിരുന്നു. പക്ഷേ ഔസേപ്പ് പിതാവെല്ലാം തന്നെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും വിട്ടുമാറാത്ത ഔസേപ്പ് പിതാവെല്ലാം ക്രമമായി വളരെ ചിട്ടയായി ഭക്തിയോടെ നടത്തുവാനായിട്ട് സഹായിച്ചു. ഒരുപാട് അനുഗ്രഹമുള്ള കുടുംബമായതുകൊണ്ടാണ് തിരുനാൾ ഇങ്ങനെ ഇത്രയേറെ മോടിയായി നടത്തുവാൻ സാധിച്ചത്. മോളി ജോൺ ചരിവുള്ള വീടിനും കുടുംബത്തിനുമൊക്കെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്ന വിശുദ്ധനാണ് യോസേപ്പ് പിതാവ്, ഏറെ പ്രത്യേകിച്ച് കിഴവൂർ ഭാഗക്കാർക്ക്. അതുകൊണ്ട് ഇവിടെ ഏത് പ്രവൃത്തി ചെയ്താലും കൂട്ടായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തരുടെയും പേര് എടുത്തു പറയരുതെന്ന് നമ്മുടെ സെക്രട്ടറി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോബിൻ സോളമൻ പ്രത്യേകം പറഞ്ഞു, ആരെയും പ്രത്യേകം എടുത്തു പറയരുത്. ആരും വലുതല്ല, ആരും ചെറുതല്ല. അതുകൊണ്ട് ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റവർക്ക് വിഷം, ആരുടെയും പേര് വിട്ടുപോയാൽ വിഷമമാണ്. എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു തിരുനാളാണ് യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ. ഏറെ പ്രത്യേകിച്ച് ഈ സൈഡ് ഷീറ്റ് പന്തലൊക്കെ ഇടുവാനായിട്ട് സഹായിച്ചവർ ഒരുപാട് പേരുണ്ട്. വലിയ വലിയ തുകകൾ വന്ന് സഹായിച്ചവർ, അത് പിന്നീട് പറയും അതിൻ്റെ പേരൊക്കെ. അത് സഹായിച്ചവർ നമ്മുടെ മുൻപിൽ യോസേപ്പ് പിതാവിൻ്റെ മനോഹരമായ രൂപം മേടിച്ചു തന്നത് സോബിൻ സോളമൻ്റെ അമ്മ മേബിൽ സോളമനാണ്. അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആ കുരിശടി പോലെ അത് വളരെ മനോഹരമായി സെറ്റ് ചെയ്യാൻ സഹായിച്ചവർ, അവരെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഏറെ പ്രത്യേകിച്ച് തിരുനാളിനെ സഹായിച്ച കൊൻപ്രിയ സഭ അംഗങ്ങളിലെ അമ്മച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അൾത്താരെ സഹായിക്കുന്ന കണക്കൻ മാലാഖമാരെ പോലെയുള്ള അൾത്താര ബാലകർ വളരെ ഭംഗിയായിട്ട് സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ച വിപിൻ നമ്മുടെ ദേവാലയത്തിലെ മുൻ കപ്പിയാരായിരുന്നു. അപ്പോൾ ഇപ്പം വളരെ ഭംഗിയായിട്ട് കിഴവൂർ ചാപ്പലിൽ VR സൗണ്ട് ക്രമീകരിച്ചു. വളരെ നല്ല പാട്ടുകാരായിരുന്നു ഈ തിരുനാളിന് സഹായിച്ചത്. സതീഷ് വളരെ നല്ലൊരു കീബോർഡിസ്റ്റാണ്, ഒരുപാട് സിനിമകളിൽ വായിച്ചുണ്ട്. ഗാനമേള, പ്രൊഫഷണൽ ഗാനമേളയ്ക്കൊക്കെ വായിക്കാൻ പോകുന്ന സതീഷ്. അതുപോലെ അജി വളരെ നല്ല പാട്ടുകാരനാണ്. അജിയുടെ കൂടെ വരുന്ന ഗായികയുടെ പേരറിയത്തില്ല. വളരെ ഭംഗിയായി 3 ദിവസങ്ങളിൽ പാട്ടുപാടിയ സതീഷ് അജി ടീമിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കിഴവൂരിലെ എല്ലാ നിവാസികൾക്കും അജപാലന സമിതി, ധനകാര്യ സമിതി, കൈക്കാരൻ, സെക്രട്ടറി ഇവർക്കൊക്കെ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അടുത്ത വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനായി മുന്നോട്ട് വന്നിരിക്കുന്നത് അഭിലാഷ് ജോൺസൺ കുഴിബംഗ്ലാവാണ്. അപ്പം കൊടിയിറക്കിന് ശേഷം അഭിലാഷ് ജോൺസൺ അൾത്താരയിലേക്ക് വരിക, അദ്ദേഹത്തെ വാഴിക്കുന്ന ചടങ്ങുണ്ട്. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിന്റെ സാക്ഷ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനുവർത്തിച്ച് ശാശ്വതമായ ഫലം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. എല്ലാ ജ്ഞാനത്തിനെയും അതിശയിപ്പിക്കുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ മാനസങ്ങളിലും ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും ജ്ഞാനവും സ്നേഹവും നിങ്ങൾ നിറയുമാറാകട്ടെ. അവിടെ നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തന്റെ സ്നേഹത്താൽ ഉറപ്പിക്കുകയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥതാൽ നിങ്ങളുടെ കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യാശ
പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുകയും സൽപ്രവൃത്തികൾ വ്യാപൃതരായി ഈ ലോകജീവൻ നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവനിൽ പങ്കുചേരുവാനും അർഹരാകുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ഈ ദിവ്യബലി സമാപിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് അൽമായ കർമ്മലിത്ത സഭ എന്നുള്ളത് വയസ്സായ അമ്മച്ചിമാരുടെ അല്ല, 28 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും അതിൽ ചേരാവുന്നതാണ്. അച്ഛന് തെറ്റിയെന്ന് തോന്നുന്നു. 28, അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ആർക്കും വേണ്ടിയുള്ള, സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. അപ്പം അത് ഇടവകയിൽ നന്നായിട്ട് നടക്കുന്നു അറിയുന്നതിൽ സന്തോഷം. അപ്പോൾ തുടർന്നും അച്ഛൻ്റെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അച്ഛൻ നന്ദി പറഞ്ഞപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു, അച്ഛൻ ആരും നന്ദി പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു തിരുനാൾ ഇത്രയും മനോഹരമാക്കുവാനായിട്ട് ഒത്തിരിയേറെ കുറവുകളുണ്ടായിരുന്നെങ്കിൽ അതിലെല്ലാം ഉപരിയായിട്ട് എല്ലാത്തിലും പോസിറ്റീവ് കാണുകയും നല്ല രീതിയിൽ തിരുനാൾ നടത്തുവാനായിട്ട് ചുക്കാൻ പിടിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയ പ്രസിഡന്റിയുടെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ രണ്ടുപേരും മാവേലിക്കരക്കാരാണ്. ഞാൻ ഉളുന്തി ഇടവക, അദ്ദേഹം പരുമല ഇടവക. അപ്പോൾ പരുമലയിൽ ഈ അച്ഛൻ്റെ വികാരിയായിരുന്നു ഈ അച്ഛൻ. ഇപ്പോഴ് കാഞ്ഞിരകോട് ഈ അച്ഛൻ്റെ വികാരിയാണ് ഈ അച്ഛൻ. അപ്പം അങ്ങനെ അവർ പരസ്പരം, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരെന്ന് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു ഇടവികാരിമാരാണെന്നുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കണം. എന്തായാലും ആയിക്കൊള്ളട്ടെ. ഞങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചതിന് വികാരിയച്ഛനും തിരുനാൾ പ്രസിഡന്റിക്കും ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ തിരുനാളിന് കൂടുതൽ മധുരം നൽകുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. നാളെ നമ്മുടെ വികാരിയച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്ക് നാളെ ഒരുമിച്ച് കൂടാൻ ഇത്രയും വലിയ സദസ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അച്ഛന് ജന്മദിനത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഒരു ദിവസം മുമ്പേ നേരുകയാണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ കേക്ക് കട്ട് ചെയ്യുവാനും 2 വാക്ക് സംസാരിക്കുവാനുമായിട്ട് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Father. Happy birthday to you. May the Lord God bless you. May the Lord God bless you.